ഹായ് ഗൈസ്, വീണ്ടും എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് ചെറിയ രീതിയിലൊരു മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, മന്തി മസാല, ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ്, സൺഫ്ലവർ ഓയിൽ ഇവ ചേർത്തിട്ട് നല്ല പോലെ ചിക്കൻ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മൊത്തമായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശേഷം അതിലേക്ക് അല്പം ക്യാപ്സിക്കം, സവോള ഇവ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിൽ കൂട്ടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല പോലെ യോജിപ്പിച്ചിട്ടൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തത്. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം റെഡിയാക്കി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് അല്പം കൂടി ക്യാപ്സിക്കം, സവോള അരിഞ്ഞത് നേരത്തെ അരിഞ്ഞ് വെച്ചതുണ്ട്, അത് അല്പം കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്താലും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് റൈസാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. മന്തി റൈസ് റെഡിയാക്കണം. അതിനായിട്ട് അടുപ്പിൽ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇവ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരി നോക്കിയിട്ട് അരിൻ്റെ പാകം നോക്കിയിട്ട് വെള്ളം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശേഷം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ല പോലെ തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പാകാക്കി വെച്ച അരി ഉണ്ടല്ലോ, കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളത്തിനൊരു മഞ്ഞ കളർ തോന്നുന്ന ഞാൻ കുറച്ച് മന്തി മസാല ഈ വെള്ളത്തിലോട്ട് ചേർത്തിട്ടുണ്ടായിട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ചേർത്തത്. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം ഇതൊന്ന് നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഈ കുക്കറിലാവുമ്പോൾ വിസിൽ വരേണ്ട ആവശ്യമില്ല. വിസിൽ വരുന്ന ആ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ റെഡിയായി കിട്ടും കേട്ടോ. അധികം ഒട്ടി പിടിക്കാത്ത രീതിയിലുള്ള റൈസാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ആയി കിട്ടും. കുക്കറിലാകുമ്പോൾ നല്ല വൃത്തിയിൽ റെഡി. അപ്പോൾ മന്തിക്കുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചമ്മന്തി ഉണ്ടല്ലോ, മുളക് ചമ്മന്തി, അത് റെഡിയാക്കാം. അതിനായിട്ട് അല്പം വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്. അപ്പോൾ നല്ല ചൂടായ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഇതിനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. അത് ഏകദേശം ഒന്നായി തോന്നിയാൽ മുളകിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്നും മാറ്റിയെടുക്കാം. മുളക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു തക്കാളിയായിട്ട് എടുത്തത്, ഒരു തക്കാളി, ഒരു മുളക്, ഒരു പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അല്പം സുർക്ക ഒഴിച്ച് കൊടുക്കാം, ഉപ്പും. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസാണ്. മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മുട്ടയുടെ വെള്ള എടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു വെളുത്തുള്ളി അല്ലി, പാകത്തിന് ഉപ്പ്, ഇത്തിരി സുർക്ക ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചൂടാറാൻ വെച്ച് മുളകും വെളുത്തുള്ളിയും ഉണ്ടല്ലോ റെഡിയാക്കി വെച്ച് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് പുളി ചേർക്കാം, പിന്നെ ശർക്കര ചേർക്കാം ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട്. അത് മതി. പിന്നെ പാകത്തിന് ഉപ്പും. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിറ്റേന്നൊക്കെ വെക്കാൻ പറ്റില്ലല്ലോ ബാക്കി ഉണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അന്നേര സമയത്തേക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുഡും അതിന് വേണ്ട ചമ്മന്തി, മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസിലേക്ക് ഒരു 2-3 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓവറൊന്നും വേണ്ട, ഇത്തിരി മതി, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. അങ്ങനെയാണോ ചെയ്യല്? ആണ്. ഇതിന് നമ്മൾ മന്തി ദമ്മിടുന്നു. അപ്പോൾ നമ്മൾ വളരെ ചെറിയ രീതിയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.